ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ 22ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ വന്ന് കുട്ടിച്ചെറുക്കനാണ് ഈ സെറ്റപ്പിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ വന്ന് ഒരു വാക്കി ടോക്കി പോലെയുള്ള സംഭവത്തിലൂടെ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് എല്ലാ കാര്യങ്ങളും ന്യൂസ് എല്ലാം എത്തിക്കുകയാണ്. എന്നിട്ട് കുട്ടിച്ചെറുക്കൻ തന്നെയാണ് നമ്മുടെ ടീച്ചറെ അങ്ങോട്ട് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ഹീറോ എല്ലാ സ്റ്റാഫുകളെയും വെച്ചിട്ട് സംഭവം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അവൾക്കൊരു പൊക്കി കൊടുക്കുമ്പോൾ അവൾ അത് ഹാപ്പി ആയിട്ട് വാങ്ങുക. അത് കഴിഞ്ഞിട്ട് മാരേജിന് പ്രപ്പോസ് ചെയ്യാനായിട്ട് മോതിരം കാണിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർക്ക് വന്ന് പണ്ടത്തെ മെമ്മറീസ് എക്സ് ലവർ ചതിച്ചിട്ട് പോയ മെമ്മറീസ്, അവൾ കല്യാണത്തിന് വെയിറ്റ് ചെയ്ത മെമ്മറീസ് എല്ലാം വന്നിട്ട് അവൾ വന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിങ് വാങ്ങാതെ പൊക്കി തിരിച്ചു കൊടുത്തിട്ട് ആ സങ്കടത്തെ തിരിച്ചു പോകണം. അപ്പോൾ അവൻ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് അവൻ ചെന്ന് യുവിൻ്റെ അടുത്ത് ഈ സങ്കടം പറയുകയാണ്. ഞാൻ എത്രയൊക്കെ ചെയ്തു, സത്യം പറഞ്ഞ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, പക്ഷേ എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ, അവൾക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡ് ഹീറോ യുവിൻ്റെ അടുത്ത് വരാം സാർ പറയാം. ഇതേ സമയം ടീച്ചേഴ്സ് വന്ന് സിലിയുടെ അടുത്ത് പറയാം, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, എനിക്കാണെങ്കിൽ എൻ്റെ എക്സ് ലവറിൻ്റെ കാര്യം ഓർമ്മ വന്നുകൊണ്ട് ആ റിങ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല, ആ സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയതെന്ന് പറഞ്ഞിട്ട് അവൾ സങ്കടം പറയാം. എനിക്ക് ശരിക്കും സെക്കൻഡ് ഹീറോനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് സ്വീകരിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയത്തെ മെമ്മറീസ് ഒക്കെ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുകയാണ് സിലിയുടെ അടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് സെക്കൻഡ് ഹീറോനെ കാണാനായിട്ട് ടീച്ചർ ചെല്ലുവാണ്. അപ്പോൾ ടീച്ചറെ കാണുമ്പോൾ ഇവൻ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ടീച്ചർ മുന്നേ ചെന്ന് അവൻ്റെ കൈ പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഹീറോ കൈമാറ്റിട്ട് പറയും, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ബ്രേക്കപ്പ് ആയി, അതിൻ്റെ കാര്യമുള്ളൂ എന്ന് പറയാം. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറയുകയാണ്, അത് കുറച്ച് സ്ലോ ആയിട്ട് പോരെ, ഇത്രയും തിരക്ക് വേണമെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹീറോ പറയാം, എനിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല, ഞാനിത് എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല, ഇനി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോവാണ്. പാവം നമ്മുടെ ടീച്ചറുടെ അവസ്ഥ നോക്കണം, അവരങ്ങ് സെറ്റായി വന്നതേ ഉള്ളായിരുന്നു, അപ്പോഴേക്കും ബ്രേക്കപ്പ്, അവൾക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ സിലി വന്ന ആ മോളിൻ്റെ ഭാഗത്തൂടെ നടന്നു വരുന്ന സമയത്ത് ടിയാൻ വന്നിട്ട് നമ്മുടെ സിലിയുടെ അടുത്ത് പറയാണ്, അല്ല കുറച്ച് ദിവസമായിട്ട് ഓഫീസിലൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ സിലി ചോദിക്കും, ഓഫീസിൽ വരുന്നില്ലയോ? അപ്പോൾ ടിയാൻ പറയാം, അവൻ വന്നേ ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ പറയുന്നത് കേട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജിൻഷിയെ കാണാൻ പോയിട്ട് അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത് പല പ്രാവശ്യം പല കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സും കണ്ടെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ സിലിക്ക് ഇത് കേൾക്കുമ്പോൾ സങ്കടം വരുമെങ്കിലും അവനെ നാണം കെടുത്തരല്ലോ, മീൻസ് ഇവനെ നാണം കെടുത്തരുതല്ലോ എന്ന് വെച്ചിട്ട് അവൾ പറയും, അത് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അവൾക്ക് എന്തോ അസുഖമാണെന്ന് പറയുന്നത് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് പോയതാ, വേറെ ഒന്നുമല്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഒഴിയുവാണ്. എന്നിട്ട് സിലി വേഗം വീട്ടിൽ വന്ന് യുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് യു എവിടെയാണ്ട് തിരക്ക് കൂട്ടി പോകാൻ നിൽക്കുവാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് സിലി ചോദിക്കുവാണ്, നിങ്ങൾ ജിൻഷിയെ കാണാൻ പോവുകയാണെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ യു പറയണത് ഞാൻ അവളെ കാണാൻ പോയി ഇച്ചിരി അർജൻറ്റാന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് സിലി പറയുവാണ്, ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് യു പറയണം, നീ അങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല, ഞാൻ പിന്നെ ഒരിക്കൽ നിന്നെ കൊണ്ടുപോയി, ഇപ്പോൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങനെയൊക്കെ പോകാം. പക്ഷേ ഇതൊക്കെ കൂടി ആയിട്ട് ഞാൻ പറഞ്ഞതും ഇപ്പോൾ യുവിൻ്റെ പെരുമാറ്റം എല്ലാം കൂടി ആയപ്പോൾ സിലിക്ക് അങ്ങ് വല്ലാതൊരു ഇതായതുകൊണ്ട് സിലി സങ്കടപ്പെട്ട് ടീച്ചറും സൊങ്ങിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറയുവാണ്. അപ്പോൾ ടീച്ചറും സൊങ്ങും പറയുവാണ്, അത് ശരി, അവനിപ്പോൾ അങ്ങനെയൊക്കെയാണ്, അവനെ ഞങ്ങൾ ശരിയാക്കി തരാം. പിന്നെ ഓൾറെഡി നമ്മുടെ സൊങ്ങിനെ അറിയാലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിൻഷി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വാങ്ങിച്ചു കൊടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ഒരു കല്യാണം കഴിഞ്ഞ് താമസിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു വന്ന് വാങ്ങിച്ചു കൊടുത്ത അപ്പാർട്ട്മെൻറ്റിലാണ് ജിൻഷി താമസിക്കുന്നത്. ആ കാര്യം നമ്മുടെ സൊങ്ങിനെ അറിയാം. അപ്പോൾ സൊങ്ങ് പറയുകയാണ്, എനിക്കറിയാം അവളെ എവിടെയാണ് താമസിക്കുന്നതെന്ന്, നമുക്ക് അവിടെ ചെന്ന് നോക്കാം എന്താ സംഭവം എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി പുറപ്പെടുകയാണ്. ഇതേ സമയം യുവിനെ കാണിക്കുവാണ്. ജിൻഷി കാണാൻ പോയ സമയത്ത് അവളാണെങ്കിൽ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുക കേട്ടോ, അവൾക്ക് പിന്നെ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ ഉള്ളത്. അപ്പോൾ അവൾ പറയുകയാണ്, നിനക്ക് ഇപ്പോഴും അവളെയല്ലേ ഇഷ്ടം, നീ അങ്ങോട്ട് പോയി, എന്നെ കാണാൻ വരേണ്ട കാര്യം എന്താണെന്ന് പറയുന്ന സമയത്ത് യു പറയാണ്, വാ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാമെന്ന്. അപ്പോൾ നമ്മുടെ ജിൻഷി സമ്മതിക്കാതെ നമ്മുടെ എന്താ പറയുന്നത് ഇവരെ ഡിവോഴ്സ് ചെയ്ത് വരേണ്ട കാര്യം പിന്നെയും പറഞ്ഞതാകുമ്പോൾ യുവിന് ദേഷ്യം വന്ന് യു പുറത്തോട്ട് വരുവാണ്. അപ്പോൾ ഇവള് ഇറങ്ങി വന്ന് ജിൻഷി പറയുവാണ്, എനിക്കറിയാം നീ അവളുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നമ്മുടെ സിലിയും ടീച്ചറും സൊങ്ങും കൂടി അവിടെ നിന്ന് കേൾക്കുവാണ്. അപ്പോൾ സിലിയെ കണ്ടുകൊണ്ട് യു സിലിയുടെ അടുത്ത് വരുന്ന സമയത്ത് സിലിക്ക് അങ്ങ് ഇതെല്ലാം കൂടി കണ്ട് എല്ലാം കൂടിയൊക്കെ ഭ്രാന്ത് പിടിച്ചതുകൊണ്ട് അവൾ പറയാണ്, നീ എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട കാര്യമില്ല, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് സിലി അവിടെ നിന്ന് പോവാണ്. പാവം നമ്മുടെ യുവിൻ്റെ അവസ്ഥ നോക്കണേ, അവനങ്ങ് ആകെപ്പെട്ട പോലെയായി. സിലി പോയിട്ട് അതിന് പോരാത്തതിന് നമ്മുടെ സൊങ്ങും ടീച്ചറും കൂടി നമ്മുടെ യുവിനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സിലി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടിയാൻ്റെ കോൾ വരുവാണ്, ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. വേറെ എങ്ങോട്ടും അല്ല, അവനെ മറ്റേ പഞ്ചിങ് ബാഗിൽ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജിമ്മിൽ പോകത്തില്ലായിരുന്നു, അങ്ങോട്ടാണ്. അപ്പോൾ നമ്മുടെ സിലി എടുത്ത് പറയുകയാണ്, നിനക്ക് പഞ്ച് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരാം, ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു തരാം, നീ വേണമെങ്കിൽ വരാൻ പറയുന്ന സമയത്ത് സിലി ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് മനസ്സൊന്ന് ക്ലിയർ ആക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവളും പഞ്ചിങ് ബാഗിൽ നമ്മുടെ യുവിൻ്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ എല്ലാം പഞ്ച് ചെയ്ത് തീർക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടിയാൻ വന്ന ഒരു വീഡിയോ കാണിക്കുകയാണ്. വേറെ ഒന്നുമല്ല, സിലിക്ക് ഒരു ചേച്ചി വേണമെന്ന് പറഞ്ഞില്ല, ആ ചേച്ചിയുടെ മോളാണല്ലോ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ അവരുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്രാജുവേഷൻ കഴിയുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുക്കണം. അപ്പോൾ സിലി ചോദിക്കും, നിങ്ങൾക്ക് അറിയോ എൻ്റെ ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്ത് ടിയാൻ പറയുകയാണ്, ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, എനിക്ക് ഓൾറെഡി അവളുടെ മേൽ ക്രഷൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തുറന്ന് പറയാൻ പറ്റിയില്ല, അവൾക്ക് അപ്പോഴേക്കും വേറൊരാളായിട്ട് പ്രണയമായെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സിലി ചോദിക്കുവാണ്, എൻ്റെ ചേച്ചിയുടെ അവസ്ഥയൊന്നും നോക്കണേ, ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഒറ്റയ്ക്കായി, എന്താ പറയുന്നത്, ചേച്ചി മരിച്ചു പോയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ടിയാൻ പറയുകയാണ്, നീ വിചാരിച്ച പോലെ നിന്റെ
ടിയാൻ പറയുവാണ്, നീ വിചാരിച്ച പോലെ നിന്റെ ചേച്ചിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചേച്ചിയെ അവരുടെ വീട്ടിൽ മീൻസ് ചേച്ചി സ്നേഹിച്ചായിരുന്ന ലവറിന്റെ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പോലും അവർ മനസ്സിലെടുക്കാതെ അവൾ അത്രയും ക്രൂരായിട്ട് പെരുമാറിയതുകൊണ്ട് പ്രസവശേഷം നിന്റെ ചേച്ചി വയ്യാതായി മരിച്ചു പോയതാ എന്ന് പറയാം. അപ്പോൾ സിലി പറഞ്ഞു, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആക്സിഡൻ്റ് ആയിട്ട് എന്താ പറയുന്നത് ബ്രദറിനിലൂടെ കൂടെ പോകുമ്പോൾ മരിച്ചെന്നാണല്ലോ. അപ്പോൾ ടിയാൻ പറയാം, അങ്ങനെയൊന്നുമല്ല സംഭവം, ഇതാ സംഭവം എന്ന് പറയുമ്പോൾ സിലിയുടെ മനസ്സിൽ വല്ലാതങ്ങ് അവൾക്കങ്ങ് ഫീൽ ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യു വിളിച്ചിട്ട് പറയുവാണ്, നീ എവിടെ നിൽക്കുന്നത്, ഞാൻ വന്ന് പിക്ക് ചെയ്യാന്ന് പറയുന്ന സമയത്ത് സിലി പറയണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ പോയോ, ഒറ്റയ്ക്ക് വരാൻ എനിക്കറിയാമെന്ന് പറയണം. അപ്പോൾ ഇവൾ കേൾക്കാത്തതുകൊണ്ട് ഇവളുടെ ലൊക്കേഷനൊക്കെ എങ്ങനെയൊക്കെ ട്രാക്ക് ചെയ്ത് ചെല്ലുന്ന സമയത്ത് അതൊരു ഹോട്ടലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ താഴെയാണ് ജിമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലാണ് ജിമ്മ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവൻ ചെന്ന് കാണുമ്പോൾ ഹോട്ടലിൽ ഞാൻ സിലി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നമ്മുടെ യു ആദ്യം തെറ്റിദ്ധരിക്കും. എന്നിട്ട് നമ്മൾ സിലോട് ചോദിക്കും, നീ എന്താ ഇവൻ്റെ കൂടെ ഈ നേരത്തെ ഇടുകയെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തോണ്ട് എന്താ പറയുന്നത് ടിയാൻ പറയും, അന്ന് നിനക്ക് ഭാര്യ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ കാണും താഴത്തെ അപ്പാർട്ട്മെൻറ്റിൽ ജിമ്മെന്ന് എഴുതി വെച്ചേക്കുന്നത്. മാത്രമല്ല ഇവർ രണ്ടുപേരും കയ്യിൽ ബാഗുണ്ട്, ജിമ്മിൽ യൂസ് ചെയ്യുന്ന പോലത്തെ ബാഗുണ്ട്. അപ്പോൾ നമ്മുടെ യുക്ക് മനസ്സിലാവും. അപ്പോൾ യു പറയും, നിൻ്റെ കണക്കൊന്നുമല്ല, എനിക്ക് എൻ്റെ ഭാര്യയെ നല്ല വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിലിയെ ചേർത്ത് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ സിലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇത്ര കാലം അവളെ ഹെൽപ്പ് ചെയ്തില്ല. കുഞ്ഞുപെണ്ണിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്താണെങ്കിലും ശരി, ആദ്യം തൊട്ടേ യു വന്ന് സിലിയെ ഹെൽപ്പ് ചെയ്ത എല്ലാ കാര്യം മനസ്സിൽ വന്നു പോകണം. അപ്പോൾ സിലി വിചാരിക്കും, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലേ, അവൻ ചെന്ന് സോറി ചോദിക്കാന്ന്. എന്നിട്ട് ഇവള് ചെന്നിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്, വേറെ ഒന്നുമല്ല, എന്നെ ടിയാൻ ഇങ്ങനെ വിളിച്ചായിരുന്നു, ഫൈറ്റിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാ, വേറെ ഒന്നുമല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ യു പറയാം, അത് പ്രശ്നമൊന്നുമില്ല, നീ പറഞ്ഞില്ലേ, കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ സിലി പറയാം, അത് ശരി, അപ്പോൾ ഞാൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ, നീ ജിൻഷിയുമായിട്ടുള്ള കാര്യം നീയും എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറയുന്ന സമയത്താണ് പറയുന്നത്, ഇവൾ ശരിക്കും പറഞ്ഞാൽ ആൻസൈറ്റി റിലേറ്റഡ് അസുഖമുണ്ട് ജിൻഷിക്ക്. മാത്രമല്ല അവൾ വന്ന് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാത്ത കാരണം അവളുടെ ലൈഫ് റിസ്ക്കിലാണ്, അതുകൊണ്ട് ഞാൻ പോയി അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല അവൾ പണ്ട് എൻ്റെ റിലേഷൻ ഇരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലവറൊക്കെ ആയിരുന്നിരിക്കാം, പക്ഷേ ഇന്ന് ഞാൻ അവൾ പണ്ടത്തെ ആ ഒരു സൗഹൃദം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അല്ലാതെ ലവറായിട്ടൊന്നുമല്ല കാണുന്നത്. ആ ഒരു രീതിയിൽ അവൾ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഞാൻ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ സിലി ഹാപ്പി ആയിട്ട് പറയാം, ദൈവമേ രക്ഷപ്പെട്ടു, സംബന്ധിച്ച് ഞാനിപ്പോൾ കുറച്ചും കൂടി ഹാപ്പിയാണ് നീ അവളെ സഹായിക്കുന്നതെന്ന്. അപ്പോൾ ചോദിക്കും, അതെന്താണ് നീ ഇത്രയും ഹാപ്പി? അപ്പോൾ സിലി പറയും, വേറെ ഒന്നുമല്ല, ഒരുപക്ഷെ ഭാവിയിൽ ഞാൻ നിൻ്റെ ലൈഫിൽ നിന്ന് പോയാലും എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നീ തിരിഞ്ഞു നോക്കുമല്ലോ, ആ ഒരു കാര്യം ആലോചിച്ച് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ നല്ല സെറ്റ് ആവുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെന്ന് മേലെ ചെന്ന് കമ്പ്യൂട്ടറിൽ അവൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഓഫീസിൽ പോയില്ലോ ജിൻഷിയുടെ കാര്യത്തിന്. അപ്പോൾ വിളിച്ച് ഒരാളുടെ അന്വേഷിക്കുകയാണ് എങ്ങനെയുണ്ട് ഓഫീസിലെ കാര്യങ്ങളെന്നും. അപ്പോഴാണ് പറയുന്നത് ടിയാൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ടിയാൻ അവിടെ ഇരുന്ന് ആലോചിക്കുവാണ്, ഈ സമയം കൊണ്ട് അവൻ എന്തുമായാലും ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കാണും എന്ന് പറയുകയാണ്. അപ്പോൾ ആലോചിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ടിയാൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.